കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം. നമ്മൾ മലയാളികളിൽ പലരും പലതവണ പോയിട്ടുള്ള ഇടമാണ് കശ്മീരും പഹൽഗാമും ഒക്കെ. പലരും ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ എല്ലാ കണ്ണുകളും പഹൽഗാമിലേക്കാണ്. ചോര വീണ പഹൽഗാമാണ് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നിറയുന്നത്. സഞ്ചാരികളെ മാടി വിളിക്കുന്ന പഹൽഗാമായിരുന്നു 2 ദിവസം മുമ്പ് വരെ. ആ പഹൽഗാമിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഒപ്പം എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഭീകരാക്രമണത്തിന് കൊടും ഭീകരർ മനോഹരമായ പഹൽഗാമിനെ തെരഞ്ഞെടുത്തത് എന്നുമെല്ലാം നമുക്കറിയണം. അതിനു മുൻപ് പഹൽഗാമിന്റെ ഒരു മനോഹര ദൃശ്യം കണ്ടുവരാം. എന്നാണ് നമ്മൾ കാശ്മീരിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിലേറ്റവും സുന്ദരമാണ് പഹൽഗാമിൽ നിന്ന് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസറൻ വാലിയിലേക്കുള്ള 6 കിലോമീറ്റർ ട്രക്കിംഗ്. കുതിരപ്പുറത്ത് മാത്രം യാത്ര ചെയ്യുന്ന ഇതുവഴിയുള്ള കാൽനട യാത്ര അതിസാഹസികമാണ്. പ്രത്യേകിച്ച് ജനുവരി മാസത്തിൽ മഞ്ഞുകാലത്തുള്ള യാത്ര അതിസുന്ദരമാണ്. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര വിഭാഗത്തിലെ 41 വിദ്യാർത്ഥികളും 3 അധ്യാപകരും ജനുവരി മാസം അവസാന വാരത്തിൽ നടത്തിയ പഠനയാത്രയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മനോഹരമായിരുന്ന പഹൽഗാമിലാണ് ചോര വീണത് എന്നത് നമ്മളെയൊക്കെ അത്രയധികം ദുഃഖത്തിലാഴ്ത്തുന്നുണ്ട്. ലഡാക്കിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ജോഷ്ന ഷാരോൺ ജോൺസൺ നമുക്കൊപ്പം ചേരുകയാണ്. ജോഷ്ന ടൂറിസ്റ്റുകളുമായി മാസത്തിൽ ഒന്നെങ്കിലും പഹൽഗാമിൽ പോയി വരുന്ന ആളാണ്. സ്വാഗതം ന്യൂസ് 3യിലേക്ക്. നമ്മളെല്ലാവരും ഒരു വലിയ ദുഃഖത്തിന്റെ നടുവിലാണുള്ളത്. പക്ഷേ അതിനെല്ലാം അപ്പുറം നമ്മൾ തിരിച്ചു വരും, ഈ സമയവും കടന്നു പോകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെയാണ് പഹൽഗാമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു വലിയ ആശങ്ക, എന്തുകൊണ്ട് പഹൽഗാമിനെ ഭീകരർ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. താങ്കൾക്ക് പഹൽഗാമുമായി അടുത്ത ബന്ധമുള്ള ആളാണല്ലോ, അതിനെക്കുറിച്ച് പറയാമോ? അവിടത്തെ ഒന്ന് വർണ്ണിക്കാമോ? പെഹൽഗാം എന്ന് പറയുന്നത് ശ്രീനഗറിൽ നിന്ന് ഒരു 2 മണിക്കൂർ ടു 3 മണിക്കൂർ യാത്ര ചെയ്യണം പെഹൽഗാമിൽ എത്താനായിട്ട്. അപ്പം ഈ ഏപ്രിൽ മാസം ഏറ്റവും തുളിപ് ഗാർഡൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ളൊരു ടൈമാണ് പെഹൽഗാമിന്റെ. പെഹൽഗാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരെ പറ്റി പറയണം. വളരെ നിഷ്കളങ്കരായിട്ടുള്ള, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ വളരെ വാമായിട്ട് സ്വാഗതം ചെയ്യുന്ന ആൾക്കാരുള്ളൊരു സ്ഥലമാണ് പെഹൽഗാം. മനോഹാരിത പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ്. ചില സമയത്തൊക്കെ നമുക്ക് തോന്നും
വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ തന്നെ സെറ്റിൽ ആയി പോവാന്ന് തോന്നുന്ന അത്ര ബ്യൂട്ടിഫുൾ ആണ് പെഹൽഗാം എന്ന് പറയുന്നത്. പക്ഷേ ഈ ശ്രീനഗറിൽ നിന്ന് ദൂരം, ഈ പറഞ്ഞ പോലെ ആർമിയുടെ തന്നെ ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ശ്രീനഗറാണ്. അവിടുന്ന് ഇത്രയും ദൂരമുണ്ട്. ബാക്കിയുള്ള ലൊക്കേഷൻസ് ഒക്കെ ഇപ്പൊ സോൻമാർഗും ഗുൽമാർഗും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്താനായിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ മതി. പക്ഷെ പെഹൽഗാം എന്ന് പറയുന്നത് കുറച്ചും കൂടി സമയമെടുക്കും എത്താനായിട്ട്. അപ്പം എനിക്ക് തോന്നുന്ന, പിന്നെ അത് കൂടാതെ ഈ പെഹൽഗാം എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ഇതിന്റെ ബാക്കിലൊക്കെ ഉള്ളത്. അരു ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഇതിന്റെ ബാക്കിലായിട്ടുണ്ട്. അപ്പം പക്ഷെ ഈ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത്ര രക്ഷപ്പെടാനായിട്ട് അത്ര എളുപ്പമുള്ളൊരു ഏരിയ അല്ല പെഹൽഗാം. കാരണം പലരും തെറ്റിദ്ധാരണ പടർത്തുന്ന കണ്ടു, ബോർഡറുമായിട്ട് വളരെ അടുത്താണ്. അങ്ങനെയല്ല. ബോർഡറിൽ ഈ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പാകിസ്ഥാന്റെ ടെറിട്ടറിയിലേക്ക് പോകാനായിട്ട് നല്ല ദൂരമുണ്ട്. അപ്പോ പക്ഷെ ഈ പറഞ്ഞ ഫോറസ്റ്റ് ഏരിയ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഹൈഡ് ചെയ്തിരിക്കാനൊക്കെ കുറച്ചുകൂടി എളുപ്പമുണ്ട്. പിന്നെ ഈ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു കഴിയുമ്പോൾ സ്നോ മൗണ്ടെയിൻസ് ആയിരിക്കും. അപ്പം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈഡ് ചെയ്തിരിക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ്. ആൾക്കാര് ഈ ജനവാസം കുറവുള്ള മേഖലയാണ് പുറകോട്ടേക്കൊക്കെ കുറച്ചങ്ങ് മാറിയാല്. മേ ബി അതായിരിക്കാം ഇവരിങ്ങനെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള സാധ്യത. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ പെഹൽഗാമിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ഒരാൾ കൂടി ചേരുന്നു, അബ്ദുള്ള PCP. അബ്ദുള്ളയെ സംബന്ധിച്ച് അബ്ദുള്ള കശ്മീരിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ആളാണ്. പെഹൽഗാം ആക്രമണത്തിൽ ഈ അബ്ദുള്ളയുടെ ഭാഗത്തുനിന്ന് വന്ന ടൂറിസ്റ്റുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആശ്വാസത്തിലും കൂടിയാണ് അദ്ദേഹം ഉള്ളത്. ആക്രമണ സമയത്ത് അബ്ദുള്ള ഡൽഹിയിലായിരുന്നു. ഇപ്പോൾ തിരിച്ച് പെഹൽഗാമിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം. യാത്രാമധ്യയാണ് നമുക്കൊപ്പം ചേരുന്നത്. അബ്ദുള്ള, നമ്മളെല്ലാവരും ഒരു വലിയ ദുഃഖത്തിലാണ്. എങ്കിൽ പോലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായി 26 പേരുടെ ജീവൻ നമുക്ക് നഷ്ടമായിരിക്കുന്നു. ഏറ്റുമുട്ടലുകൾ പലയിടത്തും ഇപ്പോഴും തുടരുന്നുണ്ട് നമ്മുടെ സേന ഭീകരരുമായി. പഹൽഗാമിനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് കശ്മീരിലേക്കൊരു ടൂർ വരിക, അവിടെ സന്തോഷത്തോടെ കുറച്ചുനാൾ ചെലവഴിക്കുക എന്നൊക്കെ. അപ്പോൾ ആ സ്വപ്നം നടപ്പിലാക്കി കൊടുക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. എന്താണ് ഇപ്പോൾ തോന്നുന്നത് ഈ ഒരു ഭീകരാക്രമണത്തിന് ശേഷം? ആദ്യമായി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കശ്മീരിൽ മരണപ്പെട്ട ഒരു ഇന്ത്യക്കാരനും അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങുക. അവർക്ക് ഇന്ത്യാജ്ഞലി അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. പിന്നെ വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു ഇന്ത്യക്കാരൻ പോലെ ആഗ്രഹിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോ കശ്മീരിൽ സംഭവിച്ചിട്ടുള്ളത്. കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം പെഹൽഗാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് നമ്മളിപ്പോ അറിയപ്പെടുന്നത്. നമ്മളിപ്പോ ആക്രമണം നടന്നിരുന്ന ബേസറൻ വാലി അറിയപ്പെടുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ്. അപ്പോ ഈ മിനി സ്വിറ്റ്സർലാൻഡ് ഓരോ ആൾക്കാരും പോയി ഓരോ വീഡിയോകൾ പങ്കുവെക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയധികം സന്തോഷം അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഏതൊരാൾക്കും പല ടൈമിൽ പല വിഷ്വൽസ് ആണെങ്കിലും അവിടെ ഒരു ഗോൾഫ് ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു പുൽമൈതാനാണ്. അവിടെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഓരോരോ സമയത്തും പല രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അന്നേ ദിവസം അറ്റാക്ക് നടക്കുന്നതിന്റെ ഒരു ഹാഫ് ആൻ അവർ മുമ്പാണ് കണ്ണൂരിൽ നിന്നുള്ള നിതിനും അദ്ദേഹത്തിന്റെ വൈഫും ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവരവിടെ ഉണ്ടായിരുന്നു. ബേസറൻ വാലിയിലേക്ക് കുതിരസവാരിയിൽ പോയി അവരൊരു അരമണിക്കൂർ, അതായത് 2 മണിക്ക് അറ്റാക്ക് നടക്കുന്നു, 1:30 ആകുമ്പോഴേക്ക് തിരിച്ച് അവർ താഴ്ത്തു വന്നു. അതുപോലെ തന്നെ പെഹൽഗാമിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെഹൽഗാമിൽ എത്തിക്കഴിഞ്ഞാൽ 2 രീതിയിലാണ് നമുക്ക് കറങ്ങാൻ വേണ്ടി പറ്റുക. ഒന്നുകിൽ ഹൈക്ക് ചെയ്ത് അല്ലെങ്കിൽ കുതിരസവാരി എടുത്ത് പോവാം, അതല്ലെങ്കിൽ യൂണിയൻ ക്യാബ് എടുത്തിട്ട് അവിടെയുള്ള മറ്റ് വാലീസുകളുണ്ട്. ആരു വാലി, ബേത്താവ് വാലി, ചന്ദൻ വാലി, അങ്ങനെ 3 വാലീസ് ഉണ്ട്. അവിടെ യൂണിയൻ ക്യാബുകൾ എടുത്തിട്ടാണ് പോവാറ്. അപ്പൊ ആ യൂണിയൻ ക്യാബ് എടുത്ത് അദ്ദേഹം, അതായത് നിതിന് തിരിച്ച് അവിടെ പെഹൽഗാമിൽ തിരിച്ചെത്തി. അവിടുന്ന് ബേസറൻ വാലിയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം യൂണിയൻ ക്യാബ് എടുത്ത് ആരു വാലി, ബേത്താവ് വാലി കാണാൻ പോയത് കൊണ്ടാണ് ഈ ഒരു ഇൻസിഡന്റ് സമയത്ത് അവിടെ ഉണ്ടാവാതിരുന്നത്. എന്തോ വലിയൊരു ഭാഗ്യം എന്ന് പറയട്ടെ. അത്രയധികം ആൾക്കാരുണ്ടായിരുന്നു. നല്ല റഷുള്ള ഒരു ടൈമാണ്, വെക്കേഷൻ ടൈമാണ്. കേരളത്തിൽ നിന്നുള്ള ഒട്ടനവധി പേര് സഞ്ചരിക്കുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഒരു സമയത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ഫസ്റ്റ് കോൾ ചെയ്യുന്നു, ഇങ്ങനെ ഒരു വെടിവെച്ച കേൾക്കുന്നുണ്ട്, ഒന്ന്
കസ്റ്റമറെ വിളിക്കണം, അതായത് ഗസ്റ്റിനെ വിളിച്ചൊന്ന് പറയണം, മറ്റുള്ളവരോട് ഒന്ന് അലേർട്ട് ആവാൻ വേണ്ടി പറയണം, എത്രയും പെട്ടെന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടി പറയണം എന്ന് പറയുന്നത് തന്നെ തീയായിരുന്നു. മനസ്സിലൊരു വല്ലാത്തൊരു പേടി അന്നേരം തന്നെ വന്നു. അയ്യോ, എന്തായിരിക്കും ഇനി നെക്സ്റ്റ് എന്നുള്ളൊരു കാരണം ആരും തന്നെ ഫോണിൽ ഈ സമയത്ത് സംസാരിക്കൂല ഇങ്ങനത്തെ കാര്യങ്ങള്. കശ്മീരികൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പകുതി പേടിച്ചുകൊണ്ടാണ് അവരെപ്പോഴും ജീവിക്കാറ്. അവരൊരു കാരണം വെച്ച് കഴിഞ്ഞാലും ഒരു ടെററിസത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാർ എനിക്ക് പരിചയപ്പെടാനോ അല്ലെങ്കിൽ സംസാരത്തിനോ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. നോർമലി സംസാരത്തിൽ നിന്ന് അവരെ ഇത്രയും നാളത്തെ ഒരു 9 വർഷമായി ഈ ടൂറിസം ഫീൽഡിലുള്ളത്. ഇത്രയും വർഷത്തിനിടയ്ക്ക് നല്ല രീതിയിലുള്ള ബിഹേവ് ആയിരുന്നു പല കാശ്മീരികളുടെ അടുത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. വളരെ ചുരുക്കം ചിലര് മാത്രമാണ് മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത്. അത് ചിലപ്പോൾ നമ്മളെ ഇടപെടലുകളാവാൻ രീതിയിൽ എത്തിച്ചിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കശ്മീരി ഇതിനൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം വേറൊന്നുമല്ല, കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം, കശ്മീരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവര് ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അബ്ദുള്ള, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണല്ലോ. അവര് ഈ രക്ഷപ്പെട്ട് ജീവൻ കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ആളുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് പറയുന്ന അവരുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സമാധാനം തന്ന ദൃശ്യങ്ങളാണ്. അവിടെ നിന്നും ഈ കശ്മീരികൾ കൊടുത്ത ഒരു പിന്തുണ, അത് താങ്കളുടെ വാക്കുകളിലും അതുണ്ട്. അവരെങ്ങനെയാണ് പെരുമാറുന്നത് അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളോട്, അല്ലെങ്കിൽ അവിടെ ടൂറിസം വളരുമ്പോൾ അവർക്കത് ഗുണം ചെയ്യുന്നുവെന്ന ബോധ്യമുള്ളവരാണ് അവരല്ലേ? തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു കാശ്മീരിനോട് സംസാരിക്കുമ്പോഴും നമ്മളെ മെഹമാൻ എന്നാണ് പറയുക, അതിഥി എന്നുള്ള രീതിയിലാണ് നമ്മൾ സൽക്കരിക്കുന്നത്. അവരൊരു വീട്ടിലേക്ക് നമ്മൾ ഒരു മുസ്ലിംനോ അമുസ്ലിംനോ എന്നില്ല അവര് ഹോസ്റ്റ് ചെയ്യുന്നത്, അവര് താമസിപ്പിക്കുന്നത് പേര് ചോദിച്ചുകൊണ്ടല്ല ഇന്നേ വരെ. കാരണം ഇഷ്ടം പോലെ ഒട്ടനവധി പേര് കഴിഞ്ഞ ആഴ്ചയിൽ വരെ എന്റെ ഗസ്റ്റുകൾ കശ്മീരികളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവരൊക്കെ വളരെ സന്തോഷത്തോടെ, അവരൊക്കെ പേടിച്ചുകൊണ്ട് വിളിച്ചു ചോദിക്കാൻ അബ്ദുക്ക എവിടെ ഉണ്ട്, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം കാശ്മീരികളെ കുറിച്ചിട്ടുള്ള അവരുടെ ധാരണ എന്താന്ന്. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ഒരിക്കലും പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അത് വളരെ ദുഃഖം തരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ കശ്മീരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. കശ്മീരികൾ ജീവിക്കുന്നത് തന്നെ ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഈയിടെയായി ഒരു ലാസ്റ്റ് ഒരു 6 വർഷത്തിന്റെ ഇടയിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൊറോണ വന്നതിന് ശേഷം നോക്കുകയാണെങ്കിൽ ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ ബൂമിംഗ് ഉണ്ടായിട്ടുണ്ട്. അതിൽ കശ്മീരിന് നല്ലൊരു പങ്കുണ്ട്. കശ്മീരിലേക്ക് അത്രയധികം ഒഴുക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ലാസ്റ്റ് ഞാനൊരു 9 വർഷമായിട്ട് ടൂറിസം മേഖലയിലുണ്ട്. ഈ ലാസ്റ്റ് ഒരു 5 ഇയേഴ്സ് കണക്ക് നോക്കുകയാണെങ്കിൽ അത്രയും കൂടുതൽ മലയാളികൾ ഇന്നും ഇപ്പോ എന്റെ ഗസ്റ്റുകൾ കശ്മീരിൽ കറങ്ങുന്നുണ്ട്. ഇന്നിപ്പം ഗുൽമാർഗിൽ പോയ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ ഫോൺ വെച്ചിട്ടേ ഉള്ളൂ. അവര് പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാന്ന് പറയാൻ കാരണം അവര് സന്തോഷമാണെന്ന് പറയാൻ കാരണം അവർക്ക് പേടിയുണ്ട് മനസ്സിൽ. പക്ഷെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ല തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെ പോസിറ്റീവാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു ഏരിയയാണ് സോൻമാർഗ് ഏരിയയിലും ഗസ്റ്റുകളുണ്ട്. അവിടെ ഒരു ഗ്രൂപ്പ് പോയിട്ടുണ്ട്. ഗ്രൂപ്പും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പറഞ്ഞില്ല. ഇന്നലെ കുറച്ച് കടകളൊക്കെ, കാരണം പ്രതിഷേധ സൂചകമായിട്ട് കശ്മീരികൾ തന്നെ കടകളൊക്കെ അടച്ച് അവരോടുള്ള മാർച്ചുകളും പല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ലാൽ ചൌക്ക് ഏരിയയിൽ ക്ലോക്ക് ടവറിന് മുമ്പിൽ വെച്ചിട്ട് പല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ കടകളും അടച്ച്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ജോഷ്നയിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. ജോഷ്ന, ഈ നേരത്തെ നമ്മൾ എന്തുകൊണ്ട് ഭീകരവാദികൾ പെഹൽഗാം തെരഞ്ഞെടുത്തു എന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിനുള്ള ഉത്തരവും ജോഷ്ന പറഞ്ഞു. ഈ അവിടേക്കുള്ള യാത്ര വളരെ ട്രെക്കിങ്ങിന് പറ്റിയ ഇടമാണ്. അതുപോലെ തന്നെ അവിടേക്കുള്ള യാത്ര അത്രത്തോളം മനോഹരമാണെന്ന് പറയാൻ കാരണം കാറോ മറ്റു വാഹനങ്ങളോ ഒന്നും അവിടേക്ക് പോകില്ല. കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ ഒക്കെ വേണം അങ്ങോട്ടേക്ക് പോകാൻ എന്ന് പറയുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് അവിടേക്ക് ആളുകൾ എത്തുന്നത്. പക്ഷെ അവിടെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും തിരിച്ച് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതായി പോകുന്ന കുറെ ആളുകൾ അല്ലേ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് അത്രത്തോളം അവർക്ക് ആ ഒരു ഭീകര അന്തരീക്ഷത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫെൻസ്ഡ് ആയിട്ടുള്ള ഒരു കുറെ ഓപ്പൺ ഏരിയ ആണ്.
അപ്പം അങ്ങോട്ടേക്ക് അബ്ദുള്ള പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ കുതിര അല്ലെങ്കിൽ കഴുത സഫാരി, അതല്ലെങ്കിൽ നടന്ന് തന്നെ പോകണം. ഇപ്പൊ കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നടന്നു പോകും, ബാക്കിയുള്ളവർ കുതിര സഫാരി എടുത്തിട്ട് പോകും. നമുക്കതിന് താഴെ അതിനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അവിടുന്ന് നമുക്ക് എടുത്തിട്ട് വേണം പോകാനായിട്ട്. പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്, എന്ന് വെച്ചാൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. അങ്ങോട്ടേക്ക് കയറാനായിട്ട് എടുക്കുന്ന സമയം പോലെ തന്നെയാണ് അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് എടുക്കുന്ന സമയം. പിന്നെ അതുകൂടാതെ ഈ മഞ്ഞ്, കഴിഞ്ഞ ദിവസം സ്നോഫാൾ ഉണ്ടായിരുന്നു. അപ്പൊ സ്നോഫാൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്നോ അലുത്ത് കഴിയുമ്പോഴത്തേനും വെള്ളമായിട്ട് ചെളിയുണ്ട്. അപ്പം ആ പ്രയാസവും കയറാനായിട്ടും ഉണ്ട്, ഇറങ്ങാനായിട്ടും ഉണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ പുറകിലുള്ള ഏരിയ എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ഒന്നും അല്ല, അതൊരു ഫോറസ്റ്റ് പോലെയാണ്. അപ്പം ഒളിച്ചിരിക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ അതുകൂടാതെ ഇങ്ങനത്തെ ഒരു റിമോട്ട് ഏരിയയിലേക്ക് ഇപ്പൊ മിലിറ്ററി ആണെങ്കിലും എത്തിപ്പെടാനായിട്ട്, കാരണം ഈ പുൽവാമ അറ്റാക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 വർഷം മുന്നേ നടന്നു. അതിനുശേഷം പറഞ്ഞ സിവിലിയൻസിനെതിരെ ഈ അടുത്ത കാലത്തൊന്നും ആക്രമണമൊന്നും നടന്നിട്ടില്ല. അതാണ്, വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ അബ്ദുള്ള പറഞ്ഞതുപോലെ ടൂറിസം ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയം കൂടിയായിരുന്നു അല്ലെ? അതെ, കോവിഡിന് ശേഷം 4.5 കോടി ആൾക്കാർ വന്നുപോയി എന്നാണ് പറയുന്നത്, ടൂറിസ്റ്റുകള്. അപ്പൊ അത് കൂടാതെ ഇപ്പം അനന്ത്നാഗ് തീർത്ഥയാത്രയൊക്കെ ആരംഭിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പം ഓരോ വശത്തുനിന്നും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഉള്ള സമയമാണിത്. അപ്പം ഞാൻ പറഞ്ഞില്ല, അവിടെ എത്തിപ്പെടാനും പാടാണ്, തിരിച്ചു പോകാനും പാടാണ്. അപ്പം അതും കൂടെ കണക്കിലെടുത്തായിരിക്കാം ചിലപ്പോൾ, കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും എത്തിപ്പെടാനായിട്ട് അത്ര പാടില്ല. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോകാനൊക്കെ ചില ഏരിയാസിലൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇത്രയും റഷും ഇല്ല, ഇത്രയും തിരക്കും ഇല്ല. അപ്പം ഈ പല കാരണങ്ങളും കൺസിഡർ ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ അവര് ഈ ലൊക്കേഷൻ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി താമസിക്കുന്ന ആൾക്കാർ, റെസിഡൻഷ്യൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ച പോലെ ഈ അറ്റാക്ക് നടത്താൻ പറ്റിയെന്നും വരത്തില്ല. അവർക്ക് വരണമെന്നുണ്ടായിരുന്നു, പോണമെന്നുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചവർക്ക് ബോർഡറിലേക്ക് പോവൽ അത്ര ഈസി ആവത്തില്ല എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഇൻസിഡന്റ് അറിഞ്ഞപ്പോ തന്നെ ആർമി വിജിലന്റ് ആയി അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷെ ഈ ആൾക്കാർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ അല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യമേ ഒരു ഫോറസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്നോ മൗണ്ടെയിൻസ്, മഞ്ഞുമലകളാണ് ഉള്ളത്. ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെട്ടു പോവാം. പക്ഷെ അതത്ര എളുപ്പമാവില്ല. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ആർമി എങ്ങനെയെങ്കിലും അവരെ പിടിക്കും, നമുക്ക് ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും അതിനായുള്ള തെരച്ചിൽ അവരിപ്പോഴും അവിടെ തുടരുന്നുണ്ടെന്നുള്ളതാണ്. ജോഷ്ന ഒരുപാട് പേരെ അങ്ങോട്ടേക്ക് എത്തിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ ഓരോരുത്തരുടെ സ്വപ്നമാണ് കശ്മീർ യാത്ര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേരെ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണല്ലോ. ഈ സമയത്ത് അവിടെ ജോഷ്ന കൊണ്ടുപോയ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇനി ഈ കശ്മീർ എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ ചെറിയൊരു പേടി മനുഷ്യരുടെ മനസ്സിലൊക്കെ ഉണ്ട്. ആ പേടി ആവശ്യമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അങ്ങനെ ക്യാൻസൽ ചെയ്ത അനുഭവങ്ങളൊക്കെ ഉണ്ടോ എന്തെങ്കിലും? ഞാൻ ആക്ച്വലി എനിക്ക് കശ്മീരിലേക്ക് അടുത്ത മാസം വരാനിരിക്കുന്ന ആൾക്കാർ പോലും ക്യാൻസലായി തുടങ്ങിയിട്ടുണ്ട്. അതിപ്പം അവരുടെ പേടിനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ഉള്ള ഒരു സങ്കടമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, കശ്മീരികൾ സമാധാനം എന്തെന്ന് അറിഞ്ഞു തുടങ്ങി അവരത് അവരുടെ പഴയ ഒരു പാസ്റ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കശ്മീരി ഫ്രണ്ട്. അവർ പറയും ആ കശ്മീരികളുടെ വീട്ടിൽ 1-2 പേർക്കെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അവരുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട്. അവരതൊക്കെ ഒന്ന് മറന്ന് അവർ സമാധാനം അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പൊ തന്നെ ഈ ഒത്തിരി ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. ഇപ്പോ പാലം, പിന്നെ ടണൽസ്, അങ്ങനെ പല കാര്യങ്ങളും വന്ന് കശ്മീർ അതിന്റെ ഏറ്റവും നല്ല സമയത്തിലേക്ക് അടുക്കുമ്പോൾ ഇങ്ങനൊന്ന് വന്നു. ഇനി കശ്മീർ പഴയ അവസ്ഥയിലേക്ക് ആവാനായിട്ട് എത്ര വർഷങ്ങൾ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം പുൽവാമ അറ്റാക്ക് ആർമിക്കെതിരെയാണ് നടന്നത്, എന്നിട്ട് പോലും അത് വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നടന്നിട്ട് പോലും പിന്നീട് ടൂറിസം ഒന്ന് ബൂം ചെയ്ത് വരാനായിട്ട് സമയമെടുത്തു. അവിടെ ഉള്ളവരുടെ അവസ്ഥയും ബാധിക്കപ്പെട്ടു. ഇപ്പൊ നിലവിൽ അവിടെ നിൽക്കുന്നവരുടെ അവസ്ഥ സേഫ് ആണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ ഗസ്റ്റുകൾ അവിടെ ഉണ്ട്. അപ്പം ലോക്കൽസിന്റെ സപ്പോർട്ട് ഉണ്ട്, പ്ലസ് അബ്ദുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. അവരുടെ അവസ്ഥ ഓക്കെയാണ്. ഇപ്പൊ എനിക്ക് അങ്ങോട്ട് പോകാനാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് കാർഗിൽ അപ്പുറേ, ലഡാക്കിൽ നിന്ന് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് കണക്ട് ചെയ്യാൻ. ശരി, ഞാൻ ജോഷ്നയിലേക്ക് വരാം. അബ്ദുള്ള യാത്രയിലാണല്ലോ, അബ്ദുള്ളയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പോവുകയാണ്. അബ്ദുള്ള, താങ്കൾ യാത്രയിലാണെന്ന് അറിയാം, എങ്കിലും താങ്കൾ അവിടുത്തെ ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണൊന്ന് ചെറിയ സാങ്കേതിക തകരാറുണ്ടായത്. നമ്മൾ ചോദിക്കുന്നത് ഈ പഴയ പഹൽഗാമിലേക്ക് പോകാൻ, മടങ്ങിപ്പോകാൻ, അല്ലെങ്കിൽ ആ
രീതിയിലുള്ള സമാധാന അന്തരീക്ഷത്തിലേക്ക് ഇനിയും കശ്മീരിൽ താങ്കൾ പറഞ്ഞ പോലെയുള്ള അത്രയും ആളുകളുടെ ഒരു തിക്കും തിരക്കുമൊക്കെ ഉണ്ടാകാൻ ഇനി എത്ര സമയം വേണമെന്നാണ് താങ്കൾ കരുതുന്നത്? അബ്ദുള്ള, കേൾക്കാമോ? എനിക്ക് തോന്നുന്നു അബ്ദുള്ളക്ക് കേൾക്കാമോ? അബ്ദുള്ള, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാൻ ചോദിക്കുകയായിരുന്നു, ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെ അത് ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് കാലങ്ങളായി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ടൂറിസം മേഖലയാണ്. പെട്ടെന്ന് ഇതുണ്ടാകുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായ ഒരു പേടി ഉണ്ടാകും. അങ്ങനെ ക്യാൻസലേഷനൊക്കെ വന്നിട്ടുണ്ടോ? ആളുകൾ അങ്ങോട്ടേക്ക് വരാൻ മടിക്കുന്നുണ്ടോ? നിലവില് ക്യാൻസലേഷന് തുടങ്ങിയിട്ടുണ്ട്. കുറെ ആൾക്കാർ പേടിച്ചിട്ട്, കാരണം ഇന്നും ഇന്നലെയിലായിട്ട് വരേണ്ട കുറച്ച് ആൾക്കാർ ഓൾറെഡി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്ത 1-2 ആൾക്കാരുണ്ട്, അവരിപ്പോ ഓൺ ദ വേയിലാണ്. പക്ഷെങ്കിൽ റോഡ് മാർഗം ഇപ്പൊ വരാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇന്ന് വീണ്ടും രണ്ടാമത് റീ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ തിരിച്ച് ഇപ്പോ ഇന്ന് രാത്രിയോട് കൂടിയിട്ട് മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അവരോട്. കാരണം നിലവിൽ നമുക്ക് പെഹൽഗാമിലേക്ക് പോകുന്നതിന് മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ സോൻമാർഗും അതുപോലെ തന്നെ ഗുൽമാർഗൊക്കെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. വരുന്ന ഗ്രൂപ്പുകളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ ക്യാൻസൽ ആയിട്ടുള്ളത്. ക്യാൻസലേഷൻ പേടിയോടുള്ള ദിവസം ഒട്ടനവധി കോളുകൾ വരുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് എന്തിരിക്കുന്നുള്ളത് കണ്ടെത്തുന്നുണ്ട്. പലരും ടൂർ പ്ലാൻ ചേഞ്ച് ചെയ്ത് മണാലി പോലെ ഓപ്ഷൻസ് തെരഞ്ഞെടുക്കുന്നുണ്ട്. കാരണം അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് മണാലി നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ക്യാൻസലേഷൻ എന്ന് പറയുന്ന കാര്യം നല്ലൊരു ചില ആൾക്കാർക്ക് ചിലരെ ക്യാൻസലേഷൻ പോളിസി എന്ന് പറയുന്നത് വലിയൊരു തുക കട്ടായേക്കാം. ചിലപ്പം പ്രസന്റ് സിറ്റുവേഷനിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ 50% അമൗണ്ട് കട്ട് ചെയ്യുന്നവരുണ്ടാവാം. ടൂറിന് മുമ്പ് തന്നെ ഫുൾ എമൗണ്ട് വാങ്ങിച്ചിട്ട് അപ്പോ ഒരു പകുതി എമൗണ്ട് ഒക്കെ കട്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫിനാൻഷ്യലി നല്ലൊരു ഇത് ആൾക്കാർക്ക് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തുക പോവാം. അതുകൊണ്ട് തന്നെ ക്യാൻസലേഷൻ പലരും മടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ വീട്ടുകാരെ സമ്മർദ്ദം അറിയാലോ, ആരും തന്നെ സമ്മതിക്കൂല ഈ ഒരു സമയത്ത് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സമയത്തും സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നിപ്പോ 26-ാം തീയതി കേരളത്തിൽ നിന്നുള്ള ഗ്രൂപ്പ് ഇപ്പൊ വരുന്നുണ്ട്. അവർ പോണ്ടയിലാണ്, ട്രെയിനിലുണ്ട്. അവർ ആഗ്രയിലേക്ക് മറ്റന്നാളത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്ക് എന്താണെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അല്ല, അവര് ചോദിച്ചിരുന്നോ, അബ്ദുള്ളയോട് ചോദിച്ചിരുന്നോ ഞങ്ങള് വരുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചെറിയ ആശങ്കയെങ്കിലും പ്രകടിപ്പിച്ചോ? അപ്പൊ നമ്മള് കുഴപ്പമൊന്നുമില്ല പോരെ എന്ന് പറഞ്ഞു കൊണ്ടുവരുവാണോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. തീർച്ചയായിട്ടും നമ്മൾ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഓരോ സമയത്തും അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട് അവർക്ക്. ഓക്കെ, ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണുള്ളത്. റോഡ് മാർഗം വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് റോഡിൽ ഇന്ന് തടസ്സങ്ങളുണ്ട്. അതുപോലെ തന്നെ നിലവിൽ കശ്മീരെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നു. അത് പെഹൽഗാം ഏരിയയിൽ സാധാരണ നമ്മൾ കണ്ടുവരാറ്. കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കശ്മീരിൽ വരുന്ന സമയത്തൊക്കെ, അതായത് 9 വർഷമായിട്ട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ ഒരു 3 വർഷം മുൻപ് വരെ കാശ്മീരിലെ എല്ലാ ഹോട്ടലിന്റെ മുമ്പിൽ വരെ ഈ 2 ആർമിക്കാർ എന്തായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നിലവിൽ കഴിഞ്ഞൊരു വർഷം ആയിട്ട് ഫോഴ്സ് കുറഞ്ഞ് എന്ത് ചെയ്തു, റൗണ്ടിങ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. റൗണ്ടിങ് ചെക്കിങ്ങും അവര് കൂടുതൽ അലേർട്ട് കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ആദ്യം അങ്ങനെ ആയിരുന്നില്ല. എല്ലാ ഹോട്ടലിന്റെ മുമ്പിൽ, എല്ലാ വീടിന്റെ മുമ്പിലും ഈ 2 ആർമിക്കാരെ നമുക്ക് എന്തായാലും കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനിൽ വീണ്ടും രണ്ടാമത് ആൾക്കാരൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പോലീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും പഴയ രീതിയിൽ സുരക്ഷയൊക്കെ ശക്തമായി വീണ്ടും പഴയ രീതിയിലേക്ക് മടങ്ങി വരുമെന്ന് കരുതുന്നു. നിലവിൽ വരുന്ന കസ്റ്റമർക്ക് എല്ലാവർക്കും, എല്ലാ ഗസ്റ്റിനും വലിയൊരു ആശങ്ക തന്നെയാണ് ഉള്ളത്. കാരണം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും പല രീതിയിൽ. കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം വന്നേക്കാം. ചിലപ്പോൾ പാക്കേജിന്റെ ഒരു എമൗണ്ട്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതൊക്കെ വെച്ച് ചിലര് പാക്കേജ് എമൗണ്ട് 50,000, 60,000, 1 lakh ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നവരൊരു 50,000 എമൗണ്ട് ഒക്കെ കട്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഫിനാൻഷ്യലി ഇങ്ങനെ നടക്കാൻ പാടില്ലാത്തത് നടന്നു. പക്ഷെങ്കിൽ എല്ലാവർക്കും വീട്ടില് പേടിയുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിലൊരു മടി കാണുന്നുണ്ട്. വീട്ടുകാരൊക്കെ അതിൽ
അതിർത്തി ശരിയാണ്. എല്ലാവർക്കും പേടിയാണ് അബ്ദുള്ള. എന്തായാലും അബ്ദുള്ള അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. താങ്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ, ഒരുപാട് ദൂരം. കാരണം അത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച ആ വ്യക്തിയാണ്. അത് അങ്ങനെ തന്നെ പോട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. ഞാൻ ജോഷ്നയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ജോഷ്ന, നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴാണ് ഇനി പഴയ രീതിയിലേക്ക് തിരിച്ചു പോവുക എന്നൊക്കെയുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്ന സമയത്തും അവിടെ ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ കുറവുണ്ടായിരുന്നു എന്നുള്ള ഒരു വശത്ത് ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുന്നിൻ ചെരുവിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നമുക്കൊപ്പം ഗൈഡുകളോ മറ്റ് ആളുകൾ അവിടെ പറഞ്ഞു തരാനോ അങ്ങനെയുള്ള ആളുകളോ മറ്റോ ഉണ്ടാകുമോ, അതോ നമ്മൾ തന്നെയാണോ പോകുന്നത്? ഇല്ല, എല്ലാ പാക്കേജ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിമോട്ടായിട്ടുള്ള വഴിയൊന്നും അല്ല. എല്ലാവരും ഒരു വഴി കൂടെ തന്നെയാണ് എല്ലാവരും പോകുന്നത്. ഇപ്പൊ ഗൈഡുകളും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നവരുണ്ട്. ഗൈഡ് പ്രിഫർ ചെയ്ത് ഗൈഡിനെ കൂടെ കൂട്ടി പോകുന്നവരുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പെഹൽഗാം എത്തിയിട്ടുണ്ട്, ഈ ബൈസൺ വാലിയിലേക്ക് എത്താനായിട്ട് നമുക്ക് ഒരാളുടെ സഹായം ഒന്നും ആവശ്യമില്ല. ആൾക്കാർ പോകുന്ന വഴി ചോദിച്ച് നമുക്ക് കയറി പോകാവുന്നേ ഉള്ളൂ. ചിലര് ഗൈഡിനെ പ്രിഫർ ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പം അത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, ഞാൻ ഒരു 4-5 വർഷം മുന്നേക്ക് എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ എല്ലായിടത്തും മിലിറ്ററിയുടെ ഒരു പ്രസൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ആ കോവിഡിന്റെ ഒക്കെ ആ ഒരു ടൈം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും ഉണ്ടാവും. അത് പതുക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനിപ്പോ ആരെയും കുറ്റം പറയാനില്ല. കാരണം ഒരിടത്തും പ്രശ്നങ്ങൾ നോട്ട് ചെയ്യാതാവുമ്പോൾ ഒബ്വിയസ്ലി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മിലിറ്ററിക്കാരുടെ പ്രസൻസ് കുറഞ്ഞു തുടങ്ങിയിരുന്നു അവിടെ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ലോക്കൽസിന്റെ സപ്പോർട്ടും എല്ലാം അതിനൊരു കാരണം തന്നെയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒന്ന് വരും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ. എല്ലാം സേഫ് ആണ്, എല്ലായിടത്തേക്കും എല്ലാം സെക്യൂർ ആണ് എന്ന് കരുതി തന്നെയായിരിക്കും ഈ പുൽവാമ അറ്റാക്കിന് ശേഷം പിന്നെ പറയത്തക്ക വലിയ ടെററിസ്റ്റ് അറ്റാക്കുകളൊന്നും ശ്രീനഗറിൽ നടന്നിട്ടില്ല. ചെറുത്, അത് സിവിലിയൻസിനെതിരെയോ അല്ലെ ടൂറിസ്റ്റുകൾക്കെതിരെയോ ഒന്നും ആയിരുന്നിട്ടില്ല. ടണലില് നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ചെറിയ ഇൻസിഡൻസ് ആണ്. അപ്പം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സെക്യൂരിറ്റി ഇല്ലാത്തതിന് ശരിക്കും പറഞ്ഞ കുറ്റം പറയണോന്ന് ചോദിച്ചാൽ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് ആർമി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ജോലി മാത്രമല്ല ഉള്ളത്, ഒരു വലിയ ഏരിയയിലാണ് ആർമി ഉള്ളത്. ശരിക്കും നമ്മുടെയൊക്കെ നാട്ടില് കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർമി കോമ്പൗണ്ടിനകത്തും മനുഷ്യന് പുറത്തുമാണ്. പക്ഷെ ശ്രീനഗറിൽ എന്ന് വെച്ചാൽ തിരിച്ചാണ്. ആർമി ജനങ്ങളുടെ അത്രയും തന്നെ ആർമി ഉള്ളൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും വ്യക്തമാണ് ജോഷ്ന പറയുന്നത്. കാരണം അവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ജോഷ്ന പറഞ്ഞതുപോലെ തന്നെ, അബ്ദുള്ള പറഞ്ഞതുപോലെ തന്നെ അവിടെ അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ടാണ് ആക്രമണം ആരും പ്രതീക്ഷിക്കാതെയും വരുന്നത്. എന്തായാലും നമുക്ക് ഒരു നല്ല നാളേക്ക് വേണ്ടി തന്നെ പ്രതീക്ഷിക്കാം. രണ്ടുപേർക്കും വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിഥികളുമായി വീണ്ടും കാണാം. നമസ്കാരം.